ജിൻഡോക്ക് കപ്പടിക്കാൻ അർഹതയില്ലെന്ന് പറയുന്ന ചില ആർമികളോടാണ് പറയുന്നത്. അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ ഓരോ കണ്ടസ്റ്റൻറ്റിനും സപ്പോർട്ട് ചെയ്യുന്നു, ശരി, സമ്മതിച്ചു. പക്ഷേ ഈ സീസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റൻറ്റിനും കപ്പടിക്കാനുള്ള അർഹതയില്ല. ഒരു രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഭയങ്കര നെഗറ്റീവായിട്ട് എല്ലാ കണ്ടസ്റ്റൻസിനും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ടും ഇതിൻ്റെ അവസാനം ഒരാൾക്ക് കപ്പ് കൊടുക്കണം എന്നുള്ളത് കൊണ്ടും എന്തായാലും ഒരാളെ നമുക്ക് ഫൈനലി വിന്നറാക്കിയേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുത്തവരെ തന്നെ വിന്നറാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ജിൻഡോ ആണും ജാസ്മിൻ ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് പറയുമോ, അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ നിന്നവരെക്കാൾ ബെറ്റർ ആയിരിക്കും ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ. കാരണം ഇത് സീസൺസ് മാറി മാറി വരുന്ന ഷോയാണ്. നമ്മളെല്ലാവരും കാണാനിരിക്കുന്നത് ഈ കണ്ടൻറ്റ് കിട്ടാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒന്നും മിണ്ടാത്തവർക്ക് ഇപ്രാവശ്യം കപ്പ് കിട്ടിയാൽ, വാഴ പോലെ ഇരുന്ന ആൾക്കാർക്ക് കപ്പ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസൺ വരുമ്പോൾ എല്ലാവരും വിചാരിക്കും, കഴിഞ്ഞ സീസണിൽ അവൻ മിണ്ടാണ്ടിരുന്നിട്ടല്ലേ അവൻ കപ്പടിച്ചുകൊണ്ട് പോയത്, നമ്മളും മിണ്ടണ്ട, സേഫ് ഗെയിം കളിച്ച് അല്ലെങ്കിൽ വാ തുറക്കാൻ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇരുന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ റീ എൻട്രീസ് വന്നു. ഇവരൊക്കെ ഇവിടെ റീ എൻട്രീസ് വന്നതിന് ശേഷം ഓരോ കണ്ടസ്റ്റൻറ്റിനോട് പറയണതും അവരുടെ അടുത്ത് കളിക്കുന്ന ഗെയിം നേരത്തെ കളിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഫൈനൽ വരെ നിൽക്കായിരുന്നു, അന്നേരം കളിക്കാണ്ട് ഇപ്പോൾ വന്നിരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. സായി വന്ന് പണപ്പെട്ടി എടുക്കുന്ന കാര്യത്തിൽ ഋഷി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെതിരായിട്ട് പറയുന്നു. സിജോ വന്ന് അഭിഷേകിനെയും ബിഗ് ബോസിനെയും ട്രോളുന്നു, അതുപോലെ ഋഷിനോടും പറയുന്നു. പിന്നെ ഇവരെല്ലാവരും പറയുന്നു ഇവിടെ ടോപ്പ് 5 നിൽക്കുന്നവർക്കൊരു സന്തോഷമില്ല, അവർ ഭയങ്കര എന്തോ ഇതായിട്ട് ടെൻഷൻ അടിച്ചൊക്കെയാണ് നിൽക്കുന്നത്, ഒരു സന്തോഷമില്ല, ആത്മാർത്ഥമായിട്ടല്ല അവരുടെ ഫീലിങ്സ് വരുന്നത് എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ്. ഉള്ളിൽ തൊട്ട് സിജോ ആർമിക്ക് പറയാൻ പറ്റുമോ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായ സിജോ അല്ല പിന്നീട് റീ എൻട്രിക്ക് ശേഷം വന്നതെന്ന്? വന്നപ്പോൾ സിജോയുടെ ഗെയിം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു, കപ്പടിക്കാനുള്ള രീതിയിൽ തന്നെയാണ് സിജോ കളിച്ചതെന്ന് 100% ഉറച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം സിജോക്ക് നല്ല രീതിയിൽ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തിങ് ആ കോംബോയാണ്. ആ കോംബോ ശരിയായിരിക്കും, ട്രൂ ബോണ്ടായിരിക്കും, ജെനുവിൻ ബോണ്ടായിരിക്കും, പക്ഷേ ഒരിക്കലും കോംബോ ഗെയിമിനെ എഫക്റ്റ് ചെയ്യരുത്. പക്ഷേ ഇവിടെ സിജോയുടെ സൈഡ് ഗെയിമിനെ അത് എഫക്റ്റ് ചെയ്തു. ഇനി ഋഷിയുടെ അൻസിബയുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അൻസിബയുടെ കോംബോ കുറച്ചൊക്കെ ഋഷിക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശ്രീജുൻ, ഈ കോംബോ സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന കോംബോയാണ്. പക്ഷേ ഇവരൊന്നും ചെയ്യാണ്ട് ഈ കോംബോയുടെ ബേസിൽ മാത്രം അധികം ദിവസം അവിടെ നിന്ന് പോകുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇവരോടൊരു നെഗറ്റീവ് ഫീൽ വന്നിട്ടുണ്ട്. അതാണ്, ഒരിക്കലും ഗെയിം കോംബോയും ആയിട്ട് മിക്സ് ആവരുത്. ഗെയിം വേറെ, കോംബോ വേറെ. അത് നിങ്ങൾ ഗെയിം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അല്ലെങ്കിൽ ഗെയിമിൽ ഇത് കൊണ്ടുവരുത്. ഇപ്പോൾ സിജോ സായിയൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുക, അതിൻ്റെ ഒപ്പം പേഴ്സണലായിട്ട് കോംബോ കീപ്പ് ചെയ്യുക. അല്ലാണ്ട് ഗെയിമിൻ്റെ ഇടയ്ക്ക് അനിയത്തിക്കൊരു കപ്പ്, അനിയത്തിക്കൊരു വീട്, അനിയത്തിക്കൊരു പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാരെടുത്ത് പുറത്ത് കളയും. മലയാളി ഓഡിയൻസ് അങ്ങനെയാണ്. ഹിന്ദിയും തമിഴും ബാക്കി സീസൺസ് കാണുന്ന പോലെയൊന്നും അല്ല ഈ മലയാളത്തിൽ നടക്കുന്നത്. മലയാളത്തിൽ ചെറിയൊരു കാര്യം മതി അവർ തൂക്കി വെളിയിലെറിയും. ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം പിന്നെ കണ്ടന്റ് മേക്കേഴ്സ്, ബിബിയുടെ കണ്ടന്റ് മേക്കേഴ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ ആർക്കും കപ്പ് കിട്ടാൻ അർഹത അല്ലാത്ത രീതിയിലേക്ക് ആക്കിയത് ഈ ബിഗ് ബോസ് തന്നെയാണ്. ഇവർ നല്ല രീതിക്ക് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുത്താലേ അവർക്ക് അതിൽ പിടിച്ച് കയറി കണ്ടന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവരൊന്നും ചെയ്യാണ്ട് ബിബി എല്ലാം ഒരു പവർ റൂം കൊണ്ടുവന്ന്, അതാണ് ഏറ്റവും വലിയ ഫോൾട്ട് ഈ സീസണിൽ. ആ പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് കളിച്ചേനെ. ഇതിപ്പോൾ പവർ റൂം ആദ്യം തൊട്ടേ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവർക്ക് ആർക്കെങ്കിലും ഒരാളുടെ ഡിപ്പെൻഡൻസിൽ അല്ലാണ്ട് ഗെയിം കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കൊടുത്താണ് ബിഗ് ബോസ് ഈ അവസ്ഥയിലായത്. പിന്നെ ഈ പി ആർ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നത് ജിൻഡോക്ക് PR ഉണ്ടെന്ന്, ജാസ്മിന് PR ഉണ്ടെന്ന്, അർജുന് PR. ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിൽ ടോപ്പ് PR അർജുൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം. കാരണം അർജുൻ ഇല്ലാത്ത വീഡിയോസിൽ പോലും അർജുൻ്റെ കമൻറ്റ്, അർജുൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കറക്റ്റ് PR ആണ്. അത് വീഡിയോ ഇട്ട് വിത്തിൻ സെക്കൻഡ്സാണ് വരുന്നത്. ഒരു സെക്കൻഡിലൊക്കെയാണ് അർജുൻ്റെ 10 കമൻറ്റ് വരുന്നത്. അവിടെ തന്നെ നമുക്കറിയാം നോർമൽ ഓഡിയൻസ് ആണെങ്കിൽ ഈ വീഡിയോ കണ്ടുവരാനും കമൻറ്റ് അടിക്കാനും ഒക്കെ നല്ല രീതിയിൽ സമയമെടുക്കും. ഇത് സാധനം ഇട്ട അപ്പോൾ തന്നെ കമൻറ്റാണ്. PR കൊണ്ട് അവിടെ നിലനിന്ന ഒരു വ്യക്തി തന്നെയാണ് അർജുൻ, അത് ഉറപ്പിച്ച് പറയാം, അതിനി എന്തൊക്കെ പറഞ്ഞാലും.